ശ്രീത് പണിക്കർ തുടർന്നോളൂ. ശ്രീ മഞ്ജുഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബ്ലെയിം ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂളിൻ്റെ കമ്മിറ്റിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുക? അവർ KSEBക്ക് ഈ ലൈൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. KSEBയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? അവിടെ ഈ താൽക്കാലികമായിട്ടുള്ള ഷെഡ് പണിത സമയത്ത് ഞങ്ങളോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഷിഫ്റ്റിംഗ് ഓഫ് ബ്ലെയിം ഇങ്ങനെ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക്, ശരി, ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, KSEB അറിയിച്ചില്ല. അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ അവിടെ ചെയ്തതിന് ശേഷം ഇവിടെ ഇത് ഒരു ഹാങ്ങിങ് ആയിട്ടാണ് അവിടെ ആ ഭാഗത്ത് ഇലക്ട്രിക് ലൈൻ നിൽക്കുന്നത്. അത് സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ് എന്ന രീതിയിലത്തേക്കും അതിനെ മാറ്റി സ്ഥാപിക്കണമെന്നും പറഞ്ഞിട്ട് സ്കൂൾ മാനേജ്മെൻറ്റ് പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു ലെറ്റർ KSEBക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ KSEB എന്തുകൊണ്ട് അതിൽ ആക്ട് ചെയ്തില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിലവിൽ ഇന്നയാളിൻ്റെ ഭാഗത്താണ് ഈ പൂർണ്ണമായിട്ടുള്ള കുറ്റം എന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ ഇതിൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഓരോ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് നിരവധി ആൾക്കാർ അവിടെ വന്നിട്ട് ഫിറ്റ്നസ് ഒക്കെ ഓരോ സ്ഥലത്ത് കൊടുക്കുകയാണ് എങ്കിൽ കേരളത്തിൽ മുമ്പ് നടന്നിരിക്കുന്ന പല സംഭവങ്ങളും നടക്കേണ്ടതല്ല. സ്കൂളിലെ പല കെട്ടിടങ്ങളും ബിസ്ക്കറ്റ് പൊടിയുന്നത് പോലെ പൊടിയുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്ലാസ് മുറിയിൽ തന്നെ പാമ്പ് താമസിച്ചിരുന്നു, അവിടെ നിന്ന് വന്നിട്ട് കുട്ടിയെ കടിച്ചു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് മുറികളും കെട്ടിടങ്ങളും എല്ലാം തന്നെ വളരെ കൃത്യമായ രീതിയിൽ എങ്ങനെയാണോ പരിശോധിക്കേണ്ടത് ആ രീതിയിലത്തേക്കും ബന്ധപ്പെട്ട ആൾക്കാരുടെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു പരിശോധനയൊക്കെ തന്നെ നടക്കുന്നു എന്ന് പറയുന്നത് പേപ്പറിലായിരിക്കും. പേപ്പറിൽ ഈ രീതിയിലുള്ള പരിശോധനകളെല്ലാം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് സീൽ വെച്ചതിന് ശേഷം അതിനെ മടക്കി വിടുക എന്നതിനപ്പുറത്തേക്ക് കാര്യമായ രീതിയിലത്തേക്ക് നടന്നിരുന്നുവെങ്കിൽ, ഇപ്പം ഞാൻ ഈ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഈ സ്ഥലത്തിൻ്റെ ചിത്രങ്ങൾ കാണുകയായിരുന്നു. ആ ചിത്രത്തിലൊക്കെ തന്നെ ഒരു വില്ല് വളച്ചു വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഹാങ് ചെയ്തിട്ടാണ് സ്ഥലം. MLA കോവൂർ കുഞ്ഞുമോൻ എന്ന് പറയുന്നത് ജനകീയനായ MLA ആണ്. തുടർച്ചയായി ആ മണ്ഡലത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ജനകീയനായ ഈ MLAക്ക് ഇതുവരെ കണ്ണിൽ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് എന്താണ്? ഇല്ല, ഞാൻ പിന്നെ അദ്ദേഹത്തോട് കൂടുതൽ എന്താണ് നടക്കുന്നത്? ഇതിൽ കുറേയധികം പ്രശ്നമുണ്ട് ശ്രീ മഞ്ജുഷ്. അതിൽ MLAയുടെ മാത്രമല്ല, ഈ സ്കൂളിലെ പ്രധാന അധ്യാപകരുണ്ട്, സ്കൂളിലെ മറ്റ് അധ്യാപകരുണ്ട്. ഈ ആൾക്കാരൊക്കെ തന്നെ ഇത് കാണുന്നതല്ലേ, എല്ലാ ദിവസവും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഒരു ഊഞ്ഞാല് പോലെയാണ് അത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും കണ്ടിട്ടില്ലേ, ഈ രണ്ട് തെങ്ങുകൾ തമ്മിൽ ചേർത്തിട്ട് ഒരു കിടക്കുന്നതിന് വേണ്ടിയിട്ടൊരു നെറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കില്ലേ, അതേപോലെയാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ കിടക്കുന്ന കാര്യം ഒരു ത്രെട്ടാണ് എന്ന രീതിയിലത്തേക്കും, പ്രത്യേകിച്ച് മഴയും മറ്റുമുള്ള സമയമാണ്, അതുകൊണ്ട് ഇത് വലിയൊരു ത്രെട്ടാണ് എന്നതിനെക്കുറിച്ച് ഇവർക്കാർക്കും എന്തേ ബോധമില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ K കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രി, അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. അദ്ദേഹം എന്തായാലും ആ വീഴ്ച സമ്മതിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇപ്പോൾ KSEBയിൽ ഷോക്ക് ഏറ്റത് കൊണ്ട് ഒരു 5 ലക്ഷം കൊടുക്കും. ഇനി ബാക്കിയുള്ളത് അന്വേഷിച്ചിട്ട് ബാക്കിയുള്ളത് കൂടി കൊടുക്കും. ഇപ്പോൾ KSEBയിൽ ഷോക്ക് ഏറ്റത് കൊണ്ട് ഒരു 5 ലക്ഷം കൊടുക്കും. 5 ലക്ഷമല്ല, കൂടുതൽ കൊടുക്കും. ഇപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ 5 ലക്ഷം.